Hello dears, how are you? I think all of you fine. Okay, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് 7 ചൈൽഡ് വെൽഫെയർ. അതിൽ നമ്മൾ ചൈൽഡ് വെൽഫെയർ എന്താണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം ഫാമിലി മെമ്പേഴ്സ്, ഇത്രയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണതാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്ക് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. A system of education designed to compensate children for the disadvantages they experience as a consequence of deficiencies in their social background and environments. കുട്ടികൾ അനുഭവിക്കുന്ന പോരായ്മകൾക്ക് നഷ്ടപരിഹാരം നൽകാനും രൂപകൽപ്പന ചെയ്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എന്ത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. എന്താണ്? കുട്ടികൾ അനുഭവിക്കുന്ന പോരായ്മകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എന്ത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. ചിൽഡ്രൻ ഹു ആർ underprivileged or physically, socially or culturally disadvantaged should be given a special opportunities to improve their educational achievements. അതായത് കുട്ടികൾക്ക് അവരുടെ സാമൂഹിക പശ്ചാത്തലവും ചുറ്റുപാടിലേക്ക് പോരായ്മകളുടെയൊക്കെ ഫലമായിട്ട് അതിൻ്റെ അനന്തരഫലമായിട്ട് ആ കുട്ടികൾക്ക് എന്തുണ്ടാവും? ശാരീരികമായിട്ടോ സാമൂഹികമായിട്ടോ സാംസ്കാരികമായിട്ടോ പരാധീനങ്ങൾ ഉണ്ടാവൂലേ? കാരണം എന്തെങ്കിലും അതിൻ്റെ സാമൂഹികപരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടിലും ആ ഒരു എൻവയോൺമെൻറ്റിലും സറൗണ്ടിങ് ഏരിയയിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ശാരീരികപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ സാംസ്കാരികപരമായിട്ടോ എന്തുണ്ടാവാം? പരാധീനതകൾ ഉണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദി ചിൽഡ്രൻ ഹു നീഡ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ അറ്റ് ദ പ്രീ സ്കൂൾ ലെവൽ ആർ ദ ഫോളോയിങ് കാറ്റഗറീസ്. അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രീ സ്കൂൾ ടീച്ചേഴ്സ് നമ്മൾ ഏതൊക്കെ ലെവലാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യണത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെൻറ്റ്. ദൃശ്യവൈകല്യമുള്ള കുട്ടികളിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് സിംറ്റംസ് കാണുക, ആ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഐസ് വിത്ത് അപ്പാരൻറ്റ് അബ്നോർമാലിറ്റി. കണ്ണുകളിൽ അസാധാരണമായിട്ടുള്ളൊരു കണ്ണേക്കാരം, എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് എന്ത് ചെയ്യാനും കാണാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ക്ലോസ് വൺ ഐസ് ആൻഡ് ടിൽറ്റ് ദ ഹെഡ്. ഒരു കണ്ണ് അടച്ച് തല ചെരിഞ്ഞിൻ്റെ കാരം എന്ത് ചെയ്യുക നോക്കുന്നുണ്ടാവാം. നെക്സ്റ്റ് പോയിന്റ്, ഹോൾഡ് ദ ഇമേജ് ക്ലോസ് ടു ദ ഐ. നമ്മൾ എന്തെങ്കിലും ചിത്രം നോക്കുകയാണെങ്കിൽ ആ ചിത്രം കണ്ണോട് ഇങ്ങനെ അടുപ്പിച്ചിട്ട് കാരണം എന്ത് ചെയ്യുക അവർ നോക്കുന്നുണ്ടാവാം. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് വാട്ടർ കം ഫ്രം ദ ഐസ്. കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടാവാം. ദ നെക്സ്റ്റ് പോയിന്റ്, ഇഫ് ഐസ് ഈസ് സ്പേസ്ഡ്. എപ്പോഴും കണ്ണിങ്ങനെ എന്ത് ചെയ്യും? തിരുമുന്നുണ്ടാവാം. ദ ലാസ്റ്റ് പോയിന്റ്, ഇഫ് സം കളേഴ്സ് കനോട്ട് ബി ഡിസ്റ്റിങ്വിഷ്ഡ്. അതായത് ചില കളർ വേർതിരിച്ചറിയാൻ അവർക്ക് എന്തുണ്ടാവും? കഴിയുകയും ചെയ്യും. ചില കളർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസൈഡ് ചെയ്യാൻ കഴിയുകയും ചെയ്യൂല. ഹിയേഴ്സ് വാട്ട് എ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ക്യാൻ ഡു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ക്ലാസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു കുട്ടി ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ടീച്ച് ചെയ്യുന്ന അധ്യാപകന് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുകയെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ്, എലോ വിഷ്വലി ഇമ്പയർ ചിൽഡ്രൻ ടു സിറ്റ് വിത്ത് അതേഴ്സ്. കാഴ്ച വൈകല്യമുള്ള കുട്ടികളെ മറ്റുള്ളവരോടൊപ്പം ഇരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അനുവദിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഡു നോട്ട് മേക്ക് ഫൺ ഓഫ് സച്ച് ചിൽഡ്രൻ. മറ്റു കുട്ടികളെ ഒരിക്കലും എന്ത് ചെയ്യരുത്? കളിയാക്കാൻ നമ്മൾ സമ്മതിക്കരുത്. എനേബിൾ അതർ ചിൽഡ്രൻ ടു ട്രീറ്റ് ദം സിമ്പതാലിറ്റി. അതായത് ഒരു സഹാനുഭൂതിയോടെ പെരുമാറാനും മറ്റു കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യരുത്? സമ്മതിക്കും ചെയ്യരുത്. അതേപോലെ നമ്മളും ഒരു സഹാനുഭൂതി ആ കുട്ടിയോട് നമ്മൾ ചെയ്യരുത്. അപ്പോൾ ആ കുട്ടിക്ക് എനിക്ക് എന്തോ ഒരു കുറവുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരുള്ളൂ. ദെൻ ലാസ്റ്റ് പോയിന്റ്, സിറ്റ് ദീസ് ചിൽഡ്രൻ ഇൻ ദിസ് ഫ്രണ്ട് നൗ. ഈ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? മുൻനിരയിൽ ഫ്രണ്ടിലുള്ള ബെഞ്ചിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഇരുത്തുകയും വേണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. ശ്രവണ വൈകല്യമുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന സിംറ്റംസുകൾ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് പോയിന്റ്, കൺസ്റ്റൻറ്റ് പെയിൻ ദ ഇയർ. അതായത് ചെവിയിൽ സ്ഥിരമായിട്ട് എന്തുണ്ടാവും? വേദന ഉണ്ടാവും. ദെൻ സെക്കൻഡ് പോയിന്റ്, ടേൺ ദ ഹെഡ് ടു വൺ സൈഡ് ടു ലിസ്റ്റ്. കേൾക്കാൻ പറഞ്ഞ ഒന്നിലേക്ക് ഇങ്ങനെ തലതിരിഞ്ഞ് നോക്കുക. അതായത് എവിടെ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത് ആ ഭാഗത്തിലേക്ക് എന്ത് ചെയ്യുക? ചെവി ഇങ്ങനെ കൊണ്ടുവരിക. ദെൻ തേർഡ് പോയിന്റ്, ഇനേബിലിറ്റി റെസ്പോണ്ട് വെൻ സംവൺ സ്പീക്ക്. ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ കഴിവില്ലാത്ത പോലെ അങ്ങനെ നിൽക്കുക. ദെൻ ഫോർത്ത് പോയിന്റ്, എ കണ്ടീഷൻ ഇൻ വിച്ച് ബോത്ത് ഇയേഴ്സ് ഓർ ഐദർ ഫങ്ഷണലി ഇനാക്റ്റീവ്. അവരുടെ രണ്ട് ചെവിയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒന്നുണ്ടാവുള്ളൂ, പ്രവർത്തനരഹിതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ബി സ്ലോ ടു സ്പീക്ക്. സംസാരം മന്ദഗതിയിലാവാം. Then next point,
Try to understand what other people are talking about by noticing their lip movement. അതായത് മറ്റുള്ളവരുടെ ചുണ്ടുകളുടെ ചലനങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ എന്താണ് സംസാരിക്കുക നമ്മളെ മുഖത്തേക്ക് നമ്മൾ ചുണ്ടിലേക്ക് ഇങ്ങനെ നോക്കുക. ദെൻ ലാസ്റ്റ് പോയിന്റ്, ലാക്ക് ഓഫ് ആർട്ടിക്കുലേഷൻ, ഉച്ചാരണത്തിൻ്റെ അഭാവം ഉണ്ടാവുക. ഇതൊക്കെയാണ് ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികളിൽ കാണപ്പെടുന്ന സിംറ്റംസ്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള അതായത് ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ ടീച്ചർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? എൻകറേജ് ഇൻട്രാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ ചിൽഡ്രൻ. മറ്റുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കുക. അതായത് ആശയവിനിമയം നടത്താൻ നമ്മൾ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ദ നെക്സ്റ്റ് പോയിന്റ്, ഗിവൺ ദം ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ആൾ ആക്ടിവിറ്റീസ്. എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ആ ടീച്ചർ ആ കുട്ടിയെ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികളിലെ കാണപ്പെടുന്ന സിംറ്റംസും അതേപോലെ ആ കുട്ടിയെ ആ ടീച്ചർ ട്രീറ്റ് ചെയ്യേണ്ടതും. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. അതേപോലെ തന്നെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രീ സ്കൂൾ ടീച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും ഇമ്പയർമെൻറ്റുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ ഇമ്പയർമെൻറ്റുള്ള കുട്ടികൾ കാണപ്പെടുന്ന സിംറ്റംസുകൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ 2 ഇമ്പയർമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെൻറ്റ്, ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ക്ലാസ്സിലാണ് ബാക്കി ഇമ്പയർമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യം നന്നായിട്ട് വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.